കസാക്കിസ്ഥാനിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ള വിവരണമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ റേറ്റ് കുറച്ചെടുക്കാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫ്ലൈറ്റ് ഫെയർസ് കമ്പയർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് സൈറ്റുകളാണ്. ഒന്ന് സ്കൈ സ്കാനറും സെക്കൻഡ് കയാക്കും. സ്കൈ സ്കാനറിലാണ് കൂടുതൽ സമയം എനിക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുള്ളതെങ്കിലും ചില സമയങ്ങളിൽ കയാക്കിനകത്തും എനിക്ക് റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സ്കൈ സ്കാനറിലൊന്ന് റേറ്റ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കൊച്ചി ടു ആൽമതി ഡേറ്റ് എടുത്തേക്കുന്നത് ജൂൺ 13 13 നമുക്ക് റേറ്റ് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 17,000 ആണ് ഏറ്റവും റേറ്റ് കുറച്ച് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലോവസ്റ്റ് ഫെയർ കാണിക്കുന്നത് 2 ലേ ഓവർ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷനകത്ത് കാണിക്കുന്നത് കൊച്ചി ടു മുംബൈയും മുംബൈ ടു അൽമതിയുമാണ്. അപ്പോൾ ആദ്യം കൊച്ചി ടു മുംബൈ പോകുന്നത് വിസ്താര എയർലൈൻസും അതിനുശേഷം മുംബൈ ടു അൽമതി പോകുന്ന എയർ അസ്താന ഫ്ലൈറ്റിലുമാണ്. എയർ അസ്താന വരുമ്പോൾ കസാഖിസ്ഥാൻ്റെ ഫ്ലൈറ്റാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും മുംബൈ ചെന്നതിന് ശേഷം റീചെക്കിംഗ് ആവശ്യം വരുന്നുണ്ട്. ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ കാണിച്ചേക്കുന്നുണ്ട്. നിങ്ങൾ കൊച്ചി ടു മുംബൈ ചെന്ന് ഇറങ്ങുന്ന ടെർമിനലും മുംബൈയിൽ നിന്ന് അൽമതി പോകുന്ന ടെർമിനലും സെയിം ആണോ അതോ ഡിഫറൻ്റ് ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ലോവസ്റ്റ് ഫെയറുള്ള ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് കൊച്ചി ടു ബംഗളൂരു, ബംഗളൂരു ടു മുംബൈ, മുംബൈ ടു അൽമതിയാണ് വരുന്നത്. ഇപ്പോൾ 2 ലേ ഓവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 സെൽഫ് ട്രാൻസ്ഫറും വരുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഇത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. ഇത് കൊച്ചി ടു ഡൽഹിയാണ് വരുന്നത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ ഡൽഹിയാണ് വരുന്നത്. ഡൽഹി ടു അൽമതിയാണ് വരുന്നത്. ഇവിടെയും സെൽഫ് ട്രാൻസ്ഫർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലഗേജ് കാണും. ചിലപ്പോൾ 15 kg 20 kg ആയിരിക്കും പെർ ഹെഡ് ലഗേജ് കാണുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ അതിൽ ലഗേജ് കാണാൻ തീരെ ചാൻസ് ഇല്ല. എയർ അസ്താന ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇൻക്ലൂഡിൽ വരുന്ന 5 kg ഹാൻഡ് ബാഗേജ് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തീർച്ചയായും ചെക്ക് ചെയ്യണം. കാരണം വിസ്താര കൊച്ചി ടു മുംബൈ വിസ്താര യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ ചിലപ്പോൾ കാണിക്കാം. പക്ഷേ എയർ അസ്താനയിൽ വരുമ്പോൾ ലഗേജ് കാണിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ബൈ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വിസ്താര എയർലൈൻസിൽ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എയർ അസ്താനയിൽ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ലഗേജിൻ്റെ കാര്യത്തിലും. ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് എയർ അസ്താനയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ സ്കൈ സ്കാനറിൽ നിന്ന് kiwi.com ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ kiwi.com എന്ന വെബ്സൈറ്റിലാണ് റേറ്റ് കുറവുള്ളത്. വേറെ ഓപ്ഷനൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ നോർമലി ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ. ബാക്കി നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം കൂടി ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ലഗേജ് ആഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ഓൺ ആണ്. ആവശ്യമുള്ളവർക്ക് മാത്രം ലഗേജ് ആഡ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ രീതിയിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കാം. മുമ്പ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സിൻ്റെ കാണിച്ചേക്കുന്നത്. ആ തേർഡ് ഓപ്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല ഓപ്ഷനുകളും കാണിക്കുന്നുണ്ട്. അതായത് ഇൻഡിഗോയും മേക്ക് മൈ ട്രിപ്പും ഗോബിബോയും ക്ലിയർ ട്രിപ്പും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതിൽ ഇൻഡിഗോ ഒഴിച്ച് ബാക്കി ഏത് ഇന്ത്യൻ ബേസ്ഡ് സൈറ്റുകളാണോ ഇതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റേറ്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ ഗോബിബോ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഓഫേഴ്സ് ആൻഡ് പ്രൊമോ കോഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓൾറെഡി ഇപ്പോൾ സെലക്ട് ചെയ്ത്, അതായത് പ്രൊമോ കോഡ് അപ്ലൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില സമയങ്ങളിൽ ഇപ്പോൾ കാണിച്ചേക്കുന്ന പ്രൊമോ കോഡ് അല്ലാതെ വേറെയും പ്രൊമോ കോഡുകൾ കാണും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ റേറ്റ് ഇനിയും കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ട്രിപ്പിലും ഗോബിബോയിലും മേക്ക് മൈ ട്രിപ്പിലും എല്ലാം നിങ്ങൾ തീർച്ചയായും 2-3 തവണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. മറ്റുള്ള പ്രൊമോ കോഡുകളും അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. സ്കൈ സ്കാനറിൽ നിങ്ങളുടെ റേറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ
ഗൂഗിളിൽ കയറി ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗോബിബോയുടെയോ ക്ലിയർ ട്രിപ്പിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഇതിലും റേറ്റ് കുറച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഫെയർ കിട്ടാൻ വളരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. കസാഖിസ്ഥാൻ്റെ എയർ അസ്റ്റാന എയർവേസ് ആണ് ലോവസ്റ്റ് ഫെയർ പ്രൊവൈഡ് ചെയ്യുന്ന എയർലൈനിൽ ഒന്ന്. ഇന്ത്യയിലെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മാത്രമാണ് എയർ അസ്റ്റാന ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എയർ അസ്റ്റാന ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പെർ ഹെഡ് 2500 രൂപയും മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 6000 രൂപയും മാത്രമായിരുന്നു ഫെയർ ഉണ്ടായിരുന്നത്. ഇത് കാരണം ഒരുപാട് പേർ ചൂസ് ചെയ്ത മറ്റൊരു ഓപ്ഷനാണ് കേരളത്തിൽ നിന്ന് മുംബൈയിലോട്ട് ട്രെയിനിൽ യാത്ര ചെയ്തതിന് ശേഷം മുംബൈയിൽ നിന്ന് എയർ അസ്റ്റാന ഫ്ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. എയർ അസ്റ്റാന വരുമ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. നിങ്ങൾ ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്കൈ സ്കാനർ വഴി നിങ്ങൾ റേറ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് നോക്കിയാൽ മനസ്സിലാകും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൾറെഡി ഒരു കൂപ്പൺ അപ്ലൈഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം വേറെ വല്ല കൂപ്പൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അങ്ങനെ വേറൊരു കൂപ്പൺ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI വഴി പേയ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്, മറ്റു കൂപ്പണുകൾ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി സ്കൈ സ്കാനറോ കയാക്കോ അല്ലാതെ നിങ്ങൾക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് എയർ അസ്താനയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എയർ അസ്താനയുടെ മറ്റൊരു പേരാണ് ഫ്ലൈ അരിസ്ഥാൻ എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, എയർ അസ്താന അല്ലെങ്കിൽ ഫ്ലൈ അരിസ്ഥാൻ രണ്ടും ഒരേ ടൈമിങ്ങിലാണ് പോകുന്നത്. അതായത് സെയിം ഫ്ലൈറ്റ് തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സെയിം ഫ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫ്ലൈ അരിസ്ഥാൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ എൻ്റെ യാത്രകൾക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അന്ന് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ സ്കൈ സ്കാനറിനെക്കാട്ടിലും ലോവസ്റ്റ് ഫെയർ എനിക്ക് ഈ ആപ്ലിക്കേഷനിലാണ് കിട്ടിയത്. എയർലൈനിൻ്റെ ആപ്ലിക്കേഷനിലൂടെ ഞാൻ ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മറ്റൊരു ഉപകാരം കൂടി ഉണ്ടായി. 2023 ഡിസംബറിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. നിർഭാഗ്യവശാൽ അന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നാണോ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് അതിന് ഒരു 20 ദിവസം മുന്നെയാണ് ടിക്കറ്റ് ക്യാൻസലായത്. പക്ഷേ ഞാൻ എൻ്റെ റീഫണ്ടിന് കൊടുത്തു, അവർ ഫുൾ എമൗണ്ട് തരികയും ചെയ്തു. ഇത് കൂടാതെ തന്നെ അവർ കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് 4 വൗച്ചറുകൾ തന്നു. ഇന്ത്യൻ മണിയുമായി കമ്പയർ ചെയ്യുമ്പോൾ 18,000 വൗച്ചറാണ് അവരെനിക്ക് തന്നത്. മുംബൈയിൽ നിന്നും അവരുടെ ആദ്യ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. 2023 ഡിസംബറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന എല്ലാവരുടെയും ടിക്കറ്റ് ക്യാൻസൽ ആവുകയും ചെയ്തിരുന്നു. എനിക്കിവരുടെ ഈ കോമ്പൻസേഷൻ വൗച്ചർ കിട്ടാൻ കാരണം ഞാൻ ഡയറക്റ്റായി ഇവരുടെ ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. മറ്റു ഓൺലൈൻ സൈറ്റ് വഴി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ വൗച്ചർ എനിക്ക് കിട്ടാൻ യാതൊരു ചാൻസസും ഇല്ലായിരുന്നു. ഇതുമൂലം എനിക്കുണ്ടായ ഗുണം, ഞങ്ങൾ 2 പേരും മുംബൈയിൽ നിന്ന് ട്രാവൽ ചെയ്തപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്രൈസ് 24,000 ആവുകയും അതിൽ 18,000 വൗച്ചറായിട്ടും ബാക്കി 6,000 അറൗണ്ട് ഒരു 6,000 റുപ്പീസ് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്നും ചിലവായത്. ഈ ഒരു വൗച്ചർ കിട്ടിയോണ്ട് എനിക്കവിടെ 18,000 സേവ് ചെയ്യാൻ സാധിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മെത്തേഡും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾ ട്രെയിനിന് മുംബൈയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്ന രീതി, അതല്ല എന്നുണ്ടെങ്കിൽ ഡൽഹി ചെന്നിട്ടായാലും അവിടെ നിന്നും ട്രാവൽ ചെയ്യുന്ന രീതി, അതുമൂലം ഫ്ലൈറ്റ് ഫെയറിൽ ഒരുപാട് വ്യത്യാസം വരുന്നതാണ്. അടുത്തതായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അക്കോമഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. കസാഖിസ്ഥാനിൽ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ടുകളൊക്കെ വളരെ ചുരുക്കം മാത്രമാണുള്ളത്. അവിടെ കൂടുതലും അപ്പാർട്ട്മെൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി 3 ആപ്ലിക്കേഷനുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് Airbnb, സെക്കൻഡ് വൺ കോസി, പിന്നുള്ളത് അഗോഡ. നമുക്കാദ്യം Airbnb ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ Airbnb ഓപ്പൺ ചെയ്തു. അവിടെ ഡേറ്റ് ഞാൻ കൊടുത്തേക്കുന്നത് ജൂൺ 13, 17 ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. Airbnbയിൽ അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൗസസ് ഇതൊക്കെ മാത്രമേ ലിസ്റ്റ് ചെയ്യാറുള്ളൂ. ഹോട്ടൽസോ റിസോർട്ടുകളോ ഒന്നും ലിസ്റ്റ് ചെയ്യാറില്ല.
ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമുക്ക് ആദ്യത്തെ ഒരെണ്ണം സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. എൻ്റെ റെൻ്റ് യൂണിറ്റാണ് അവർ റെൻറ്റിന് കൊടുക്കുന്നത്. ചിലതുണ്ട് ഷെയറിംഗ് ബേസിസ് ആയിരിക്കും. അതായത് ഒരു ഫ്ലാറ്റിൽ തന്നെ 2 ബെഡ്റൂം കാണും. അതിൽ നമ്മളൊരു ടൂറിസ്റ്റ്, മറ്റ് ബെഡ്റൂമിൽ വേറൊരു ടൂറിസ്റ്റ്. അപ്പോൾ ടോയ്ലറ്റൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കിനിയും എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മെയിനായിട്ട് വേണ്ടിയത് വൈഫൈയും, അതുപോലെ തന്നെ തണുപ്പുള്ള സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹീറ്റർ അല്ലെങ്കിൽ AC, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ. അങ്ങനെ നമുക്ക് വേണ്ടിയത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തീർച്ചയായും ചെക്ക് ചെയ്യണം. എല്ലാ ഫ്ലാറ്റ്സിലും അല്ലെ അപ്പാർട്ട്മെൻറ്റുകളിലും നമുക്ക് വേണ്ടിയ എല്ലാ അമ്യൂണിറ്റീസും കാണണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഹോസ്റ്റിനെ കുറിച്ചും കാണിച്ചിട്ടുണ്ട്. അവരേതൊക്കെ ലാംഗ്വേജ് സംസാരിക്കുമെന്നുള്ളത് അവരുടെ ആ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കിനി ഒരു പ്രൈസ് ബ്രേക്ക് ഡൗൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രൈസ് ബ്രേക്ക് ഡൗൺ കൊടുത്തപ്പോൾ അതിനകത്ത് എയർബിഎൻബിയുടെ ഒരു സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസാണ് എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും എൻ്റെ റെൻ്റ് യൂണിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഷെയറിംഗ് അല്ല. നമ്മുടെ അമ്യൂണിറ്റീസൊക്കെ നോക്കിക്കഴിയുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇൻക്ലൂഡഡ് അല്ലാത്ത അമ്യൂണിറ്റീസ് എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ലാത്തതെന്ന് പോലും അവിടെ കാണിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ട്രാവലേഴ്സിനും അതുപോലെ ഇൻ്റർനാഷണൽ ട്രാവൽസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് എയർബിഎൻബി വരുന്നത്. ഇനി നമുക്ക് അടുത്ത സൈറ്റ് അല്ലെങ്കിൽ അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതാണ് കോസി. ഈ ഒരു ആപ്ലിക്കേഷൻ സ്കൈ സ്കാനർ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാ ഓൺലൈൻ സൈറ്റ്സിൻ്റെയും റേറ്റ്സ് എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിൽ ബെസ്റ്റ് ഓപ്ഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഓൺലൈൻ സൈറ്റ്സിലെല്ലാം കയറി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു സൈറ്റിൽ തന്നെ അല്ലെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എവിടെയാണ് ഏറ്റവും റേറ്റ് കുറവെന്നുള്ളത്. നമുക്കിപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 13/17 ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവർ കമ്പയർ ചെയ്യുന്ന ഏതൊക്കെ സൈറ്റുകളാണെന്ന്. അതിനകത്ത് മേക്ക് മൈ ട്രിപ്പ് ഉണ്ട്, ക്ലിയർ ട്രിപ്പ് ഉണ്ട്, അഗോഡ ഉണ്ട്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സൈറ്റ്സും അവിടെ കാണിക്കുന്നുണ്ട്, അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം. പക്ഷേ എയർബിഎൻബിയിലെ ചില പ്രോപ്പർട്ടീസ് മാത്രം ഇവിടെ കാണിക്കാറില്ല. ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കാണിച്ചിരുന്ന സൈറ്റ് booking.com ആണ്. അപ്പോൾ ഇവിടുന്ന് നേരെ റീഡയറക്റ്റ് ചെയ്ത് booking.comൻ്റെ വെബ്സൈറ്റിലോട്ടാണ് ചെല്ലുന്നത്. കോസി ഡയറക്റ്റ് ബുക്കിംഗ് എടുക്കാതെ അവർ റീഡയറക്റ്റ് ചെയ്ത് മറ്റ് വെബ്സൈറ്റിലോട്ടാണ് ചെല്ലുന്നത്. അവർ കമ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ booking.comൽ ചെന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് കാണാം. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ അഥവാ ഇങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കോസി ആപ്ലിക്കേഷനിലോട്ട് ചെല്ലേണ്ട ആവശ്യമില്ല. ഈ booking.comൽ തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു booking.comൽ തന്നെ ആയിരിക്കും. അടുത്ത ആപ്ലിക്കേഷനാണ് അഗോഡ. നമുക്ക് അഗോഡയിൽ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കാം. അവിടെ അഗോഡയിലുള്ള ഒരു ഗുണമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഹോംസ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ടൈപ്പ് ചെയ്ത് അൽമതി ടൈപ്പ് ചെയ്ത് ഡേറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെയൊക്കെ കാണിച്ചേക്കുന്നത് ഹോസ്റ്റൽസാണ്. ഹോസ്റ്റൽസൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കും അല്ലെ പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നോർമൽ മറ്റുള്ള ആപ്ലിക്കേഷനിൽ പോലെ തന്നെയുള്ളൂ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു ഗുണമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന കാണിച്ചേക്കുന്നതും അതിൻ്റെ താഴെ തന്നെ ക്യാഷ് ബാക്ക് എമൗണ്ട് എന്ന് പറയുന്ന കാണിച്ചേക്കുന്നതും ശ്രദ്ധിക്കുക. ഇവിടെ ടോട്ടൽ എമൗണ്ട് 8842 ആണ്. പക്ഷേ സബ്ജക്റ്റ് ടു ക്യാഷ് ബാക്ക് ടേംസ് 7013ക്ക് നമുക്ക് കിട്ടുന്നതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഡയറക്റ്റ് ഹോസ്റ്റിൻ്റെ കയ്യിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, ഓൺലൈൻ വഴിയല്ല പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും.
അതിനുശേഷം ഒരു 60-65 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അഗോഡ തന്നെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ക്യാഷ് ബാക്കിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ ക്യാഷ് ബാക്ക് അപ്ലൈ ചെയ്തേക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് റീഫണ്ട് വന്നതിൻ്റെയും അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടിയതിൻ്റെയും ഡീറ്റെയിൽസ് ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ $17.37 ആണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കസാഖിസ്ഥാനിൽ താമസിച്ചപ്പോൾ ഉള്ളതിൻ്റെ ക്യാഷ് ബാക്ക് വന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതെൻ്റെ അക്കൗണ്ടിൽ കയറുന്നതുമാണ്. ഇനി അപ്പാർട്ട്മെൻറ്റിലോ ഫ്ലാറ്റിലോ ഒക്കെ താമസിക്കാൻ താല്പര്യമില്ല, ഹോട്ടലിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ പറയാം. അതാണ് കസാഖിസ്ഥാൻ ഹോട്ടൽ എന്ന് പറയുന്നത്. അതൊരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കസാഖിസ്ഥാൻ ഹോട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം ഹോട്ടൽസ് മാത്രമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല റേറ്റ്സ് ആണ് എല്ലാ ഹോട്ടൽസും. അതിൽ തന്നെ റേറ്റ് കുറഞ്ഞൊരു ഹോട്ടലാണ് കസാഖിസ്ഥാൻ ഹോട്ടൽ. ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സെൻട്രൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ബസ്സിലോ അല്ലെ ക്യാബോ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നോർമലി ഒരു 5,000 to 6,000 ആണ് നോർമലി ഈ ഹോട്ടൽസിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് കാണിക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ അൽമദി സെൻട്രൽ തന്നെ അക്കോമഡേഷൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ സെൻട്രലിലാണ് പല ടൂറിസ്റ്റ് പ്ലേസുകളും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ യാത്രകൾക്കും മറ്റും വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെൻട്രൽ താമസിക്കുമ്പോഴാണ്. ദൂരെയുള്ള പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നിങ്ങൾ ട്രാവലിന് വേണ്ടി തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ക്യാബൊക്കെ യൂസ് ചെയ്യുമ്പോഴും എക്സ്ട്രാ ചാർജ് അതിനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സെൻറ്ററിൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റുകളിൽ തന്നെ താമസം റെഡി ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. കസാഖിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ യാത്ര നടത്താമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കസാഖിസ്ഥാനിലെ അൽമതി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലും ഫ്രീ വിസയും ഈ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഒരുപാട് യാത്രക്കാരാണ് ഇപ്പോൾ കസാഖിസ്ഥാൻ എന്ന രാജ്യത്തോട്ട് പോകുന്നത്. ഇനി നമുക്ക് കസാഖിസ്ഥാനിൽ ചെന്നതിന് ശേഷം എങ്ങനെയെന്നുള്ളത് നോക്കാം. വളരെ ചെറിയൊരു എയർപോർട്ടാണ് കസാഖിസ്ഥാൻ എയർപോർട്ട്. ഒരുപാട് യാത്രക്കാർ ഇപ്പോൾ വരുന്നത് കൊണ്ട് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സ്ലോ ആണ്. ഇന്ത്യൻസിന് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രാജ്യം കൂടിയാണ് കസാഖിസ്ഥാൻ. ഫ്രീ വിസ ആയതുകൊണ്ടും ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും പാസ്പോർട്ടും മാത്രമാണ് നമുക്ക് ഇമിഗ്രേഷനിൽ ആവശ്യമായി വരിക. ഇമിഗ്രേഷനും കഴിഞ്ഞ് ലഗേജും എടുത്തതിന് ശേഷം നമുക്ക് വളരെ അത്യാവശ്യമായി വേണ്ടിയ ഒരു കാര്യമാണ് കസാഖിസ്ഥാനിലെ സിം. ഏത് രാജ്യത്ത് പോയാലും നമുക്ക് അവിടുത്തെ ഒരു സിം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഈ സിമ്മോ മറ്റോ കളക്ട് ചെയ്ത് വേണം പോകാൻ. ചെറിയൊരു എയർപോർട്ട് ആയതുകൊണ്ടും സിം എടുക്കുന്നവർക്ക് അത്യാവശ്യം കുറച്ച് തിരക്ക് കാണാൻ ചാൻസസ് ഉണ്ട്. 4G അല്ലെങ്കിൽ 5G സിം 1000 രൂപീസിന് മുകളിലായിരിക്കും ചാർജസ് വരുന്നത്. എയർപോർട്ടിനുള്ളിലും എക്സിറ്റ് ഡോറിൻ്റെ സൈഡിലുമായിരിക്കും ഈ സിം വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ് കാണാൻ സാധിക്കുന്നത്. സിം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് തന്നെ നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഓഫീസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഫോറസ്റ്റ് കാർഡോ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ATM വഴിയായാലും ക്യാഷ് വിഡ്രോ ചെയ്യാം. 2 അല്ലെങ്കിൽ 3 ATM മെഷീൻസ് നമുക്കവിടെ കാണാൻ സാധിക്കും. ലോക്കൽ ലാംഗ്വേജസ് ആണ് ATM മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ATM മെഷീനിലെ ലാംഗ്വേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ATMിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇതിന് ശേഷമുള്ള ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ ഏതൊക്കെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം ബാക്കി വീഡിയോസിൽ എല്ലാം വിശദമായി പറയുന്നതാണ്. കസാഖിസ്ഥാനിലെ അൽമതിയിൽ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് കാണാനുള്ളതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെയും പേരുകൾ. അൽമതി സിറ്റി സെൻറ്ററിൽ തന്നെയാണ് പല ടൂറിസ്റ്റ് പ്ലേസുകളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ദിവസങ്ങൾ കൊണ്ട് പല പ്ലേസുകളും കവർ ചെയ്യാൻ സാധിക്കും. അൽമതിയിൽ നിന്നും കുറച്ച് മാത്രം ദൂരമുള്ള സ്ഥലങ്ങളാണ് മിഡിയുവും ഷിംബുലാക്കും. ഒരേ റൂട്ടിൽ തന്നെയാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. മിഡിയുവിൽ ചെന്നിട്ടാണ് നമ്മൾ ഷിംബുലാക്കിൽ പോകുന്നത്. മിഡിയുവും ഷിംബുലാക്കും കാണാൻ തന്നെ നമുക്കൊരു ദിവസം തന്നെ വേണ്ടി വരും. അതുപോലെ തന്നെ 130 കിലോമീറ്റർ അകലെയുള്ള കൊൽസായി ആൻഡ് കൈൻഡിയിലേക്കും അതിനു ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടിയുണ്ട്. കൊൽസായി ആൻഡ് കൈൻഡിയിലേക്ക് ടൂർ നടത്തുകയാണെങ്കിൽ തീർച്ചയായും വെളുപ്പിന് തന്നെ യാത്ര പുറപ്പെടേണ്ടതാണ്. നമ്മൾ തിരിച്ചെത്തുമ്പോൾ രാത്രിയാവുകയും ചെയ്യും. ഇതിനായി ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നമ്മൾ ഒരു ഗ്രൂപ്പ് ടൂർ ബുക്ക് ചെയ്ത് അവരുടെ കൂടെ വേണം യാത്ര നടത്താൻ. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് ആവുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ ഡീറ്റെയിൽസ് അവസാനം ഞാൻ പറയുന്നതാണ്. മറ്റു സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് തനിയെ യാത്ര ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ലൊക്കേഷൻസ് മനസ്സിലാക്കി വെക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മിഡിയോ ഷിംലാക്ക് പോകുമ്പോൾ നിങ്ങൾ രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഗൊണ്ടോള എല്ലാ ഫേസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കൂ. വൈകിട്ട് 4 മണിക്ക് ശേഷം ഗൊണ്ടോള റൈഡെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ്. അതുപോലെ അസെൻഷ്യൽ കത്തീഡ്രൽ പോകുമ്പോൾ വൈകിട്ട് 5:30 മുന്നേ പോകാൻ ശ്രമിക്കുക. 6 മണിക്കാണ് ക്ലോസിംഗ് ടൈം. ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലെയും ക്ലോസിംഗ് ടൈമുകൾ മനസ്സിലാക്കി വേണം യാത്ര ചെയ്യാൻ. അസെൻഷ്യൽ കത്തീഡ്രൽ, ഗ്രീൻ ബസാർ, കോക്ക് ടോബി മ്യൂസിയം ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അടുത്തടുത്താണ് വരുന്നത്. ഒരു ദിവസം കൊണ്ടോ മാക്സിമം 2 ദിവസം കൊണ്ടോ നമുക്കിതെല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റും. കസാഖിസ്ഥാനിൽ ഓൺലൈൻ ടാക്സീസ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് അടുത്തത് നോക്കാം. യാൻഡെക്സ്ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കസാഖിസ്ഥാനിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ യൂബർ പോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് യാൻഡെക്സ്ഗോ. ഈ ആപ്ലിക്കേഷനിൽ ഫുഡ് ഡെലിവറി അടക്കമുള്ള പല സർവീസുകളും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വെയർ ടു എന്ന് കാണിച്ചിടത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ കൊടുക്കുന്നത് അൽമതി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഞാൻ ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നത് കസാഖിസ്ഥാനിൽ ഞാൻ താമസിച്ച സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ്. ഇപ്പോൾ ഇവിടെ പല ഓപ്ഷനുകളും റേറ്റ്സും എല്ലാം കാണിക്കുന്നുണ്ട്. നാട്ടിൽ നമ്മൾ യൂബർ യൂസ് ചെയ്യുന്ന പോലെ തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡിനകത്ത് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പലതവണ ശ്രമിച്ചിട്ടും എനിക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കസാഖിസ്ഥാൻ മണിയായ കസാഖിസ്ഥാൻ ടെങ്കി കുറച്ച് ചേഞ്ചസായി നമ്മുടെ കയ്യിൽ കരുതുന്നത് വളരെ ഉപകാരപ്പെടും. നമ്മുടെ റിക്വസ്റ്റ് ഒരു ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹവുമായി നമുക്ക് ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമുക്ക് ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഈ ആപ്പിലൂടെ. ക്യാബ് അറൈവ് ആയി കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ക്യാബിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആപ്ലിക്കേഷന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നത് കാണാം. പീക്ക് ടൈം അല്ല എങ്കിൽ മാത്രമാണ് ഒരേ രീതിയിലുള്ള ചാർജസ് കാണിക്കുന്നതും അല്ലെങ്കിൽ റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞ് കാണിക്കുന്നതും. അതുപോലെ തന്നെ ഓൺലൈൻ ടാക്സീസ് ബുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ആപ്ലിക്കേഷൻ വഴി മാത്രമേ ബുക്ക് ചെയ്യാവൂ. നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ലോക്കൽ ഡ്രൈവേഴ്സ് നമ്മളടുത്ത് വന്ന് പറയും ഈ സെയിം റേറ്റിന് തന്നെ ഞങ്ങൾ തരാമെന്നുള്ളതും, അല്ലെ അവർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏജൻ്റ് ആണെന്നും ഇങ്ങനെയൊക്കെ വന്ന് നമ്മളോട് സംസാരിക്കാം. അവർ അവരുടെ ഫോണിൽ ഈ യാൻഡെക്സ്ഗോയുടെയൊക്കെ പല സ്ക്രീൻഷോട്ടോ അല്ലെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ഒരു ചതിക്കുഴിയിൽ വീഴാൻ പാടില്ല. അവർ അവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ക്യാബിൻ്റെ ഡ്രൈവർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് വിട്ടതിന് ശേഷം അവർ കൂടുതൽ ചാർജസ് ചോദിക്കാം. എയർപോർട്ടുകളിലാണ് ഇത്തരം ആൾക്കാർ കൂടുതൽ കാണുന്നത്. ഇനി നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2GIS എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഈ ആപ്ലിക്കേഷനിൽ കൂടുതലും ലോക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ മറികടന്ന് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടുതലും ലോക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. നമുക്കിനിയും എങ്ങനെ എന്നുള്ളത്, ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലോർ, റൂട്ട്സ്, ഫ്രണ്ട്സ്, പ്രൊഫൈൽ എന്നുള്ള 4 ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്കിതിനകത്ത് റൂട്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഞാൻ താമസിച്ച സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. സെക്കൻഡ് നമ്മൾ പോകേണ്ട അഡ്രസ്സ് ഇപ്പോൾ ഞാൻ ഷിംലാക്ക് മൗണ്ടൻ റിസോർട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഷിംലാക്ക് മൗണ്ടൻ റിസോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഓപ്ഷനുകൾ വന്നേക്കുന്നത്. അവിടെ ഷിംലാക്ക് മൗണ്ടൻ റിസോർട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മാപ്പിനകത്ത് റൂട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെ ഒരു ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അതിൽ 140, 112 എന്നൊക്കെയുള്ള എഴുതി കാണിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂട്ട് ബസ്സുകൾ ഏത് ബസ്സാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലാണ് അതിനകത്ത് കാണിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ്.
അതിന് താഴെയായി 630 മീറ്റർ ഓൺ ഫൂട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 630 മീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ നാവിഗേറ്റ് ചെയ്തും നമ്മൾ നടന്നു പോകുന്നത് വരെ നമ്മളെ നാവിഗേറ്റ് ചെയ്തും അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ 141 എന്ന നമ്പർ ബസ്സിൽ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 141 ബസ്, അതിൻ്റെ താഴെ എവരി 15 മിനിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ 15 മിനിറ്റിലും 141 ബസ് നമ്പർ വരുന്നുണ്ട്. അതിന് താഴെയായി 25 സ്റ്റോപ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അവിടെ ബസ്സുകൾക്കെല്ലാം നമ്പേഴ്സ് മാത്രമാണുള്ളത്, അല്ലാതെ ഇന്ന സ്ഥലത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 141 എന്ന് പറയുന്ന നമ്പറുള്ള ബസ്സിൽ കയറുക. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവിടുത്തെ ആൾക്കാർ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവറിൻ്റെ കയ്യിൽ ക്യാഷ് കൊടുക്കുന്നതൊന്നും ആരും കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മൾ ടൂറിസ്റ്റുകൾ ആപ്ലിക്കേഷൻ്റെ ഒന്നും കാര്യമില്ല. നേരെ ഡ്രൈവറിൻ്റെ കയ്യിൽ കസാഖിസ്ഥാൻ മണിയായ 200 ടെങ്കി, കസാഖിസ്ഥാൻ ടെങ്കി നേരെ കൊടുക്കുക. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 38 രൂപ 40 രൂപ ഏതാണ്ടാണ് വരുന്നത്. ഒരാൾക്കാണ് 200 ടെങ്കി വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ 2 പേരാണെങ്കിൽ 400 ടെങ്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ യാത്ര തുടരുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ 25 സ്റ്റോപ്സ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഇറങ്ങേണ്ടത് 25ാമത്തെ സ്റ്റോപ്പിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇത് ഗൈഡ് ചെയ്യുവാണ് എവിടെ ഇറങ്ങേണ്ടതെന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 25 സ്റ്റോപ്സ് എന്നുള്ളത്. ആ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പല്ല. അതുകൊണ്ട് 25ാമത്തെ സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങുക. അവിടെ ഇറങ്ങിയതിന് ശേഷം വേണം അടുത്ത ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ 25ാമത്തെ സ്റ്റോപ്പ് എണ്ണി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് സ്ഥലപ്പേരൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എണ്ണുക, എത്രയൊക്കെ സ്റ്റോപ്പിലാണ് ബസ് നിർത്തുന്നത് എന്നുള്ളത് നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. അവിടെ യാത്രക്കാർ ഇറങ്ങാനും കയറാനും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സ്റ്റോപ്പിലും ബസ്സിൽ നിർത്തുന്നതാണ്. അങ്ങനെ നിങ്ങൾ 25ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ നിന്ന് 12ാം നമ്പർ ബസ്സിൽ കയറുക. അവിടെ കാണിക്കുന്നുണ്ട് 20 മിനിറ്റ്, ഇവർ 20 മിനിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ 20 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് 12ാം നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ 4 സ്റ്റോപ്പാണ് പിന്നെ ഉള്ളത്. ആ 4ാം സ്റ്റോപ്പിൽ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ 200 ടെങ്കി പിന്നെ റിപ്പീറ്റഡായിട്ട് കൊടുക്കണം. നിങ്ങൾ ഒരേ സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കല്ല. 2 ബസ്സോ 3 ബസ്സോ കയറുവാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായും വീണ്ടും ക്യാഷ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നേരെ നിങ്ങൾ ചെന്ന് ഇറങ്ങേണ്ടത് മിഡിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെന്നിറങ്ങുന്നത്. അതാണ് അവസാനത്തെ സ്റ്റോപ്പ് വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കേബിൾ കാർ യൂസ് ചെയ്യാൻ, കേബിൾ കാറിൻ്റെ ടിക്കറ്റ് അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അവിടെ കേബിൾ കാർ സ്റ്റേഷനാണുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ലോക്കൽ ബസ്സുകളുണ്ട്, അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കൂടുതലും യാത്രക്കാർ കേബിൾ കാറാണ് യൂസ് ചെയ്യുന്നത്. കാരണം പോകുന്ന സ്ഥലങ്ങൾ കേബിൾ കാറിൽ നിന്ന് കാണുമ്പോൾ വളരെ ഭംഗിയായി കാണാറുണ്ട്. അതുകൊണ്ട് കേബിൾ കാർ യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ശരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനകത്ത് ഏതൊക്കെ നമ്പർ ബസ്സുകളാണ് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബസ്സിൽ കയറുക, 200 ടെങ്കി വെച്ച് കൊടുക്കുക ഒരാൾക്ക് തന്നെ. അതുപോലെ തന്നെ എല്ലാ സ്റ്റോപ്പും നമ്മൾ മനസ്സിൽ എണ്ണിക്കൊണ്ടിരിക്കുക, എവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുശേഷം ഇറങ്ങുക. അടുത്ത ബസ്സിൽ എന്തെങ്കിലും കയറാനുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ബസ്. അപ്പോൾ നിങ്ങൾ ചെന്ന് ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിങ്ങളിങ്ങനെ നിരീക്ഷിച്ച് നോക്കണം അടുത്ത ബസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്നുള്ളത് തീർച്ചയായും നിരീക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നതിൻ്റെ പക്ക ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും അടുത്ത ബസ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നിരീക്ഷിക്കണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഗൂഗിളിൽ മറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിഡിയോ അതുപോലെ തന്നെ ഷിംലാക്ക് രണ്ടും 2 ഡെസ്റ്റിനേഷനായിട്ടാണ് കാണിക്കുന്നത്. അത് രണ്ടും 2 ഡെസ്റ്റിനേഷനാണ്. എന്നാൽ പോലും മിഡിയോയിൽ ചെന്നിട്ടാണ് ഷിംലാക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. രണ്ടും 2 സ്ഥലത്തോട്ടാണോ പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഒരു ദിവസം തന്നെ വേണം ഈ ടൂർ വരാൻ. നേരെ മിഡിയോയിൽ ചെന്നു അവിടെ നിന്ന് പിന്നെയാണ് ഷിംലാക്ക് പോകേണ്ടത്. അതാണ് ജസ്റ്റ് ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചേക്കുന്നത്. ഡയറക്ഷൻ്റെ അവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഷിംലാക്ക് മിഡിയോ എന്നാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. അടുത്തതായി നമുക്ക് കോക്ടോബിയിലോട്ട് എങ്ങനെ പോകാമെന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിന് നിങ്ങൾ 2GS ആപ്പിനകത്ത് കോക്ടോബി എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ കോക്ടോബി എന്ന് ടൈപ്പ് ചെയ്തു. ഇതെല്ലാം ഹിൽ ടോപ്പ് കാണിക്കുന്നുണ്ട്, അതല്ല വേണ്ടി താഴോട്ട് വരുമ്പോൾ കോക്ടോബി കേബിൾ കാർ സ്റ്റേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മാപ്പിനകത്ത് റൂട്ട് കാണിക്കുന്നുണ്ട്, താഴെ ബോക്സിന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്പർ ബസ്സാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയും 1-2 ഓപ്ഷനുകളുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 630 മീറ്റർ ഓൺ ഫൂട്ട്, അതിന് താഴെ 141 നമ്പർ ബസ്സിൽ തന്നെയാണ് ഇവിടെയും പോകേണ്ടത്. പക്ഷേ ഇവിടെ പോകുമ്പോൾ എത്ര സ്റ്റോപ്പാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് 8 സ്റ്റോപ്പ് മാത്രമാണ് വരുന്നത്. അപ്പോൾ 8 സ്റ്റോപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുക. അവിടെ നിന്ന് നേരെ നടന്ന് 440 മീറ്റർ നടന്ന് കേബിൾ കാർ സ്റ്റേഷനിലോട്ട് എത്താവുന്നതാണ്.
ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണിക്കുന്നത് 990 മീറ്റേഴ്സ് ഓൺ ഫൂട്ട് എന്നാണ്. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 990 മീറ്റേഴ്സ്, അത് വേറൊരു ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ടാണ് 990 മീറ്റേഴ്സ് കാണിച്ചത്. അവിടെ നിന്ന് 65 നമ്പർ എന്നുള്ള നമ്പറുള്ള ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത്. അവിടെ നിന്ന് 7 സ്റ്റോപ്പാണ് വരുന്നത്. 7ാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ പോയി ഇറങ്ങുക. അവിടെ നിന്ന് 330 മീറ്റർ നടന്ന് കേബിൾ കാർ സ്റ്റേഷനിൽ ചെല്ലാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബസ്സിൽ കയറുന്നു, 200 ടെങ്കി വെച്ച് കൊടുക്കുന്നു, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് വരുന്നത് അവിടെ ഇറങ്ങുക എന്നുള്ളത്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കുറഞ്ഞ യാത്ര ചെയ്യാനും എത്ര മാക്സിമം യാത്ര ചെയ്യാനായാലും ശരി 200 ടെങ്കി വെച്ചാണ് കൊടുക്കേണ്ടത്. കസാഖിസ്ഥാനിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഒന്ന് നോക്കാം. അസെൻഷ്യൽ കത്തീഡ്രലിലോട്ട് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ അസെൻഷ്യൽ കത്തീഡ്രൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് അസെൻഷിയോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു പള്ളിയുടെ ഏതോ ഒരു പരിസര പ്രദേശം മാത്രമാണ് വരുന്നത്. അത് ചിലപ്പോൾ പള്ളിയുടെയൊക്കെ ഒരുപാട് ബാക്ക് വശമൊക്കെ ആവാനായിരിക്കും ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു രീതിയാണ്, നമ്മൾ ഗൂഗിളിൽ കയറി അസെൻഷ്യൽ കത്തീഡ്രൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എടുക്കുക. ഗൂഗിളിൽ നിന്ന് ആ അഡ്രസ്സ് നമ്മൾ നേരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊണ്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിൻകോഡും അൽമതി കസാഖിസ്ഥാൻ എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. ആദ്യത്തെ കുറച്ച് പേര് മാത്രം മതി. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അഡ്രസ്സ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് രണ്ടാമത്തെ ഓപ്ഷൻ 40B/2 എന്നുള്ളത്, നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു അസെൻഷ്യൽ കത്തീഡ്രലാണ് കാണിക്കുന്നത്. താഴെ ഇപ്പോൾ ബസ്സിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും 530 മീറ്റർ ഓൺ ഫൂട്ട്. അതിനുശേഷം 22ാം ബസ്, അതായത് 22ാം നമ്പർ ബസ്സിൽ കയറുക. അവിടുന്ന് 5 സ്റ്റോപ്പാണ് ഉള്ളത്. വെറും 2 മിനിറ്റ് മാത്രമാണ് കാണിക്കുന്നത്. ആ 5 സ്റ്റോപ്പ് കവർ ചെയ്യാൻ 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. കാരണം എല്ലാം തൊട്ട് അടുത്തടുത്ത് തന്നെയുള്ള സ്റ്റോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എല്ലായിടത്തും യാത്ര ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷനകത്ത് 2-3 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 17ാം നമ്പർ ബസ്സും 117ാം നമ്പർ ബസ്സും എല്ലാം ഈ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുമെന്നാണ് അതിൻ്റെ ഉദ്ദേശിച്ചേക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യാൻ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമുക്ക് ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എത്ര നമ്പർ ബസ്സാണെന്ന് മനസ്സിലാക്കുക, ക്യാഷ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അൽമതിയിൽ നിന്നും 130 കിലോമീറ്റർ അകലെയായിട്ടുള്ള കൊൽസായി, കൈൻഡി ലേക്സ്, അതുപോലെ തന്നെ മറ്റു ചില ഡെസ്റ്റിനേഷനിലൂടെ എങ്ങനെ പോകാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ തനിയെ പോകാതെ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ പോകാൻ ശ്രമിക്കുക. ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകാൻ സാധിക്കും. ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് നമുക്ക് തനിയെ പോകുമ്പോൾ ഉള്ളതിനെക്കാട്ടി ചിലവ് കുറഞ്ഞു പോകാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്നതാണ്. ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് ടൂർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ടൂറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഐറ്റിനറിയും ഈ വെബ്സൈറ്റിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വെളുപ്പിനെയാണ് ഇവരുടെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടാണ് വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ആകും തിരിച്ചെത്താനും. ഒരു മിനി ബസ്സിലോ അല്ലെങ്കിൽ ഒരു കോച്ചിലോ ആയിരിക്കും യാത്ര പുറപ്പെടുന്നത്. ഇതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യത്തില്ല. അവരൊരു കോമൺ സ്ഥലം വരും, അവിടെ എല്ലാവരും എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കറക്റ്റായിട്ട് ചെല്ലാൻ ശ്രമിക്കുക. നമ്മൾക്ക് വേണ്ടി മാത്രമായി അവർ വെയിറ്റ് ചെയ്യാറില്ല. വെളുപ്പിനെ ഒരു 5 മണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 4:45 ആകുമ്പോൾ എത്തുക. നിങ്ങൾ 5 മണിക്ക് ശേഷം 5:10 എത്തുകയാണെങ്കിൽ പോലും അവർ വെയിറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ റീഫണ്ടും തരത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പിക്കപ്പ് ലൊക്കേഷനിൽ എത്തേണ്ടതാണ്. കസാഖിസ്ഥാനിൽ പോകുന്നത് ഈ സ്ഥലങ്ങളിൽ കൂടി കവർ ചെയ്യാൻ ശ്രമിക്കുക. ഷിംബുലാക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി തന്നെ ഗൊണ്ടോള റൈഡ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ഗൂഗിളിൽ കയറി ഷിംബുലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. shimbulak.com എന്ന വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഗൊണ്ടോള റൈഡിൻ്റെ ടിക്കറ്റ്സ് ആണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പല ഓപ്ഷൻസും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായുള്ളത് സെലക്ട് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുക. ഏജ് അനുസരിച്ചാണ് ടിക്കറ്റിൻ്റെ റേറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഷിംബുലാക്കിലെ ലൈവ് ലൊക്കേഷൻ അടക്കം ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് മൂലം ഇപ്പോൾ ഷിംബുലാക്കിൽ മഞ്ഞുവീഴ്ച ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും.
അതുപോലെ തന്നെ ഓരോ ദിവസത്തെ വെതർ കണ്ടീഷനും അപ്ഡേറ്റഡ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഷിംലാക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കസാഖിസ്ഥാനിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോ മറ്റു കടകളിലോ പോകുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയി വരും. അവിടെ എല്ലാവരും ലോക്കൽ ലാംഗ്വേജായ കസാഖ് അല്ലെങ്കിൽ റഷ്യൻ ആയിരിക്കും സംസാരിക്കുന്നത്. ഇതുപോലുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെയുള്ള ആളുകളെ കാണിക്കുക. തീർച്ചയായും അവിടെയുള്ളവർ അത് വായിച്ചു നോക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും മറ്റു കടകളിലും നിങ്ങളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ കാണിച്ചേക്കുന്ന ലാംഗ്വേജും ലോക്കൽ ലാംഗ്വേജ് അല്ല റഷ്യൻ ആയിരിക്കും. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് ഗൂഗിൾ ലെൻസ്. ഗൂഗിൾ ലെൻസ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗൂഗിൾ ലെൻസ് ട്രാൻസ്ലേറ്റർ കാരണം നമുക്ക് ഈസിയായി പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനുകളെല്ലാം കൊണ്ടും നമുക്ക് ലാംഗ്വേജ് ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ കസാഖിസ്ഥാനിൽ ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.